Neethas Tasteland. ഞാൻ നീത രാജീവ്. നമുക്കിന്ന് ചില അടുക്കള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്താലോ. നമ്മളെന്നും കുക്കിംഗ് മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അടുക്കളയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടി ഷെയർ ചെയ്യണ്ടേ. അങ്ങനെ കുറച്ച് ടിപ്സ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോ പയറ്, പരിപ്പ്, കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കുമല്ലോ സൂക്ഷിക്കുന്നത്. ഇതിലിടയ്ക്ക് ചെറിയ പ്രാണികളൊക്കെ വരാറുണ്ട്. നമ്മൾ വാങ്ങിച്ചിട്ട് ഉടനെ തന്നെ യൂസ് ചെയ്ത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ ചില ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാറുണ്ട്. അപ്പൊ പിന്നെ അത് നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയേണ്ടി വരും, നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പയറും പരിപ്പൊക്കെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാ, നമുക്ക് നഷ്ടമാണ്, നമ്മുടെ പൈസയും നഷ്ടമാണ്, സാധനം നഷ്ടമാണ്. നമ്മൾ കുക്ക് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് മോശമായിട്ടൊക്കെ ഇരിക്കുന്ന കാണുന്നത്. അതിന് നമുക്കൊരു പരിഹാരം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ വീട്ടിലിപ്പോ വെളുത്തുള്ളി ഉണ്ടാവും, ഗ്രാമ്പും ഉണ്ടാവും, രണ്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പൊ നമ്മള് കടലയും പരിപ്പും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന എയർടൈറ്റ് ആയിട്ടുള്ള ജാറുകളിൽ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് വെക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലയിലും പരിപ്പിലും ഒന്നും ഇതുപോലെയുള്ള പ്രാണികൾ വരില്ല. പിന്നെ നമ്മളിപ്പോ പയറിലൊക്കെ വെളുത്തുള്ളി ചേർക്കുന്ന ആളുകളാണെങ്കിൽ പയറിൽ വെളുത്തുള്ളി തന്നെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ പയറിലൊന്നും വെളുത്തുള്ളി ചേർക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ പയറിൽ വെളുത്തുള്ളി ചേർക്കാമെന്ന് പറഞ്ഞത്. നമ്മളിപ്പോ പയറിലും പരിപ്പിലും ഒക്കെ വെളുത്തുള്ളി ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ഗ്രാമ്പും ഇട്ടിട്ടും സൂക്ഷിച്ചു വെക്കാം. നമ്മൾ പയറും പരിപ്പൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന കണ്ടെയ്നറിൽ 2 ഗ്രാമ്പും ഇട്ടിട്ടാണെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്രാണികളൊന്നും വരില്ല. അതപ്പോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ടിപ്സ്. പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് പ്രോൺസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് കൂടുതലായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്കിപ്പോ കുറച്ച് പോർഷൻ മതി. നമ്മളിപ്പോ ഒരു 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ വാങ്ങിച്ചു, നമുക്ക് ഇന്നിപ്പോ കറി ഉണ്ടാക്കാൻ വളരെ കുറച്ച് മതി, അടുത്ത ദിവസത്തേക്ക് ഇതിങ്ങനെ എടുത്തു വെക്കും. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തലവേദന വരാറുണ്ട്, ഇതെല്ലാം എടുത്തിട്ട് എങ്ങനെ വെക്കും. ചിലപ്പോൾ നമ്മള് ഇവിടെ അമ്മയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചു വെക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മള് പ്രോൺസ് ഫ്രഷ് ആയിട്ട് കറിയിൽ ചേർക്കുന്ന ഒരു ടേസ്റ്റോട് കൂടി നമുക്കത് അടുത്ത ദിവസം ഉണ്ടാക്കുന്ന കറിയിൽ ചേർക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുക്ക് ചെയ്ത് വെക്കില്ല. പ്രോൺസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ, വലിയ കണ്ടെയ്നറിൽ എടുത്ത് വെക്കില്ല കേട്ടോ, ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ എടുത്തിട്ട് ഇപ്പൊ 2 ദിവസത്തേക്കുള്ളാണെങ്കിൽ 2 ചെറിയ കണ്ടെയ്നറിൽ എടുത്ത് വെക്കും. എന്നിട്ട് ഫ്രീസറിൽ നമ്മൾ മീനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ എടുത്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞാലും നമ്മുടെ പ്രോൺസ് ഒന്നും ചീത്തയായി പോവില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളതാണ്. എനിക്കിപ്പോ ചിലപ്പോൾ 1 കിലോ പ്രോൺസ് അല്ലെങ്കിൽ 1/2 കിലോ പ്രോൺസ് വാങ്ങിച്ചിട്ട് 100 ഗ്രാം പ്രോൺസ് ചിലപ്പോൾ ഒരു കറി ഉണ്ടാക്കാൻ ആവശ്യം വരാറുള്ളൂ. ഇത് മുഴുവനും വേവിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മളൊരു മെഴുക്കുവരട്ടി, ഇപ്പൊ അച്ചിങ്ങയും പ്രോൺസും ചേർത്തിട്ട് നമ്മളൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണ്. പക്ഷെ അച്ചിങ്ങയുടെ കൂടെ ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് ഇട്ട് വേവിക്കുന്ന ടേസ്റ്റ് നമ്മൾ ഇപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് വരില്ല. അപ്പൊ ആ ഒരു നല്ല ടേസ്റ്റ്, പ്രോൺസിന്റെ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് എത്ര പോർഷനാക്കി വെക്കണം അത്രയും പോർഷനായിട്ട് ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനെടുത്ത് ഇപ്പൊ ഒരു നമ്മൾ കുക്ക് ചെയ്യുന്നതിന് 2 മണിക്കൂറൊക്കെ മുന്നേ എടുത്തിട്ട് പുറത്ത് വയ്ക്കാൻ, അതിന്റെ തണുപ്പ് മാറി കഴിയുമ്പോൾ 2-3 പ്രാവശ്യം വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഞങ്ങളിപ്പോ ടൂർ പോകുമ്പോ, ഞാൻ മറയൂര് പോയപ്പോ അപ്പോഴൊക്കെ ഞാൻ അവിടുന്ന് ശർക്കര വാങ്ങിച്ചിട്ട് വന്നു. മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ സാധാരണ ശർക്കര വാങ്ങിക്കുമ്പോ നമ്മളത് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവുമല്ലോ. അവിടുന്ന് ശർക്കര വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇതുവരെ കല്ലും മണ്ണും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ശർക്കര വാങ്ങിച്ചിട്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോ കൂടുതൽ ക്വാണ്ടിറ്റി ശർക്കര വാങ്ങിച്ചിട്ട് വരും. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു 8-9 മാസം, ചിലപ്പോൾ 1 വർഷം വരെയൊക്കെയുള്ള ശർക്കര കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് വരും. 5-6 കിലോയൊക്കെ വാങ്ങിച്ചിട്ട് വരും. അപ്പൊ എന്താ, ഇത് നമ്മള് വേനലില് ശർക്കര പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം മെൽറ്റായി പോകും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മള് ഏത് പാത്രത്തിലാണോ സൂക്ഷിച്ചു വെക്കുന്നത് അതിലും മെൽറ്റായി ആകെ മോശമായി പോകും. അങ്ങനെയൊക്കെ മോശമായി പോകും. നമ്മളിപ്പോ ഇവിടുന്ന് വാങ്ങിച്ചു വെക്കുമ്പോഴാണെങ്കിലും മോശമായി പോകുന്നതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചത്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കും. എന്റെ ഫ്രിഡ്ജിൽ നമ്മൾ വെജിറ്റബിൾസ് വെക്കുന്ന ഒരു ട്രേ ഉണ്ടല്ലോ, അതിന്റെ മുകളിലത്തെ തട്ടിലാണ് വെക്കുന്നത്. അപ്പോൾ അത് 1 വർഷമായാലും ചീത്തയായി പോവില്ല. അപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം മറയൂര് പോയപ്പോ ചിറ്റയൊക്കെ ചോദിച്ചിരുന്നു, എന്തിന് ഇത്ര ശർക്കര വാങ്ങിച്ചിട്ട് ഇത് മോശമായി പോവില്ല, അല്ലെങ്കിൽ എന്തിനു ഇത്ര ശർക്കര വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനിവിടെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. ഇപ്പൊ നമ്മള് കൊഴുക്കട്ടയാണെങ്കിലും അടയാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല നല്ല കളറുള്ള ശർക്കര ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഡിഷിന് നല്ല ഭംഗി ഉണ്ടാവും, നമുക്ക് കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവും, ഈ ശർക്കരയ്ക്ക് നല്ല മധുരവും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കും. എനിക്ക് ചീത്തയായി പോവാറൊന്നുമില്ല ശർക്കര എന്ന് പറഞ്ഞു.
അങ്ങനെ അവരെല്ലാവരും ഇപ്രാവശ്യം പോയപ്പോൾ കൂടുതൽ ശർക്കര വാങ്ങിച്ചു. അപ്പോൾ ഈ ശർക്കര നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാനാണെങ്കിൽ നമ്മളിപ്പോൾ വെള്ളം ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊന്ന് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചീവി എടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അത് നമ്മളിപ്പോൾ ശർക്കര കല്ലിൽ ഇടിച്ചിട്ട് പൊടിച്ചെടുത്ത് മെൽറ്റ് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഈ കത്തി ഉപയോഗിച്ചിട്ട് ശർക്കര ചീവി യൂസ് ചെയ്യുകയാണെങ്കിൽ വേഗം മെൽറ്റായി കിട്ടും, അധികം ടൈം എടുക്കില്ല. പിന്നെ നമ്മളിപ്പോൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ പാത്രങ്ങളുടെ അടിഭാഗത്തൊക്കെ എണ്ണയും നമ്മൾ തീ കത്തിക്കുമ്പോഴുള്ള ചൂടും എല്ലാം ചേർന്നിട്ട് അടിഭാഗത്തിന്റെ കളർ മാറാറില്ല. എല്ലാവരുടെയും വീട്ടിലെ പാത്രത്തിന്റെ അടിഭാഗത്ത് കളർ ചേഞ്ച് വരാറുണ്ട്. ഈ കളർ ചേഞ്ച് മാറ്റാൻ നമുക്കൊരു ടിപ്പ് ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത ദിവസം ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ചെയ്ത് കാണിക്കുമ്പോൾ എല്ലാവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ ടിപ്പ് അടുത്ത ദിവസം കാണാം. നമുക്കിപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.